ചെറിയൊരു കാര്യം ഇവിടെ ചോദിക്കണ്ടേ, നമ്മള് ഈ സമാധി എന്നൊക്കെ പറഞ്ഞാൽ ചില വിഷയങ്ങളൊക്കെ ചർച്ചകളൊക്കെ ഉണ്ട്. അപ്പൊ സീരിയസ്ലി ഈ സമാധി ഉള്ളതാണോ അല്ലെങ്കിൽ അതിൽ വല്ല കഥയുണ്ടോ എന്നൊക്കെ ആളുകൾ ചോദിക്കുന്നുണ്ട്. ആ സമാധിയിലും ആ കൺസെപ്റ്റിലും വിശ്വസിക്കുന്ന ആളുകൾക്ക് എന്താണ് ദൈവം എന്നുള്ളതെന്ന് തുടങ്ങേണ്ടി വരും. എന്നാലേ എന്താ സമാധി എന്നുള്ളത് പറയാൻ പറ്റും. ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ രണ്ട് രീതിയിലാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം രണ്ട് രീതിയിൽ ദൈവത്തെ പ്രാർത്ഥിക്കാം. അതായത് അച്ഛനും അമ്മയും ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കുന്നു എന്നത് ശുക്രവും രക്തവും ചേർന്ന് ഒരു സ്ത്രീയുടെ വയറ്റിൽ ഒരു മാംസക്കട്ടി ഉണ്ടാവുന്നു. ഇവിടെ ഒരു വലിയ എനർജി, അതായത് ആളുകൾ പരമാത്മാവ് ദൈവം എന്നൊക്കെ വിളിക്കുന്ന ഒരു എനർജി, ഒരു കുഞ്ഞ് എനർജി ഈ മാംസക്കട്ടിക്ക് കൊടുത്താൽ ആ സ്ത്രീ പ്രസവിക്കുമ്പോൾ അത് ജീവനുള്ള കുട്ടിയാകുന്നു. ആ വലിയ എനർജി കുഞ്ഞ് എനർജി കൊടുത്തിട്ടില്ലെങ്കിൽ കാര്യമായിട്ട് ആ സ്ത്രീ പ്രസവിക്കുന്നേ ഉള്ളൂ, അത് ചാവുകുട്ടിയാകുന്നു. ഇതാണ് സംഭവം. ഒരു കുഞ്ഞ് എനർജി കിട്ടുന്ന അവസ്ഥയെ ജനനം എന്ന് പറയുന്നു എങ്കിൽ നിങ്ങളുടെ മരണം എന്ന് പറയുന്നത് ദൈവം തന്ന എനർജിയെ ദൈവം തന്നെ തിരിച്ചെടുക്കുന്നതിനെ മരണം എന്ന് പറയുന്നു. ഇത് രണ്ടിലും യഥാർത്ഥത്തിൽ നമുക്ക് ഒരു കൺട്രോളും ഇല്ല. ഒരു വലിയ എനർജിയാണ്. ഈ എനർജിയെ ആളുകൾ ദൈവം എന്ന് വിളിക്കുന്നു. ഈ സത്യം അതിന് എന്ത് പേര് വേണമെങ്കിൽ വിളിക്കാം. ശരി. അപ്പോ നമ്മൾ ഓരോരുത്തരും ഇപ്പൊ ഒരു മൊബൈലും സിമ്മും തമ്മിലുള്ള ബന്ധമാണ് നമ്മളും നമ്മളുടെ ഉള്ളിലെ എനർജിയും ആത്മാവും തമ്മിലുള്ള വ്യത്യാസം. നിങ്ങൾ എത്ര വില കൂടിയ മൊബൈൽ ആണെങ്കിലും അതിൽ സിം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കോൾ വരില്ല എന്നതുപോലെ നിങ്ങൾക്ക് എത്ര സൗന്ദര്യമുണ്ടെങ്കിലും എത്ര ആരോഗ്യമുണ്ടെങ്കിലും അതിൽ എനർജി അഥവാ ആത്മാവ് എന്ന് പറഞ്ഞ സാധനമില്ലെങ്കിൽ നിങ്ങൾ മരിച്ചു പോകുന്നു, നിങ്ങൾ ശവം എന്നറിയപ്പെടുകയും ചെയ്യുന്നു. മരിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാവരുടെയും പേര് ഒന്നാണ്, ശവം അഥവാ ഡെഡ് ബോഡി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഓവർ അഹങ്കരിക്കാൻ നമുക്ക് ആർക്കും ഒന്നുമില്ല. ഏത് നിമിഷവും ശവം ഡെഡ് ബോഡി ആവാൻ സാധ്യതയുള്ള ഒരു സാധനം കൊണ്ട് നടക്കുന്ന മനുഷ്യന്മാരാണ് നമ്മൾ. ഒരു എനർജി, ഒരു സിം നമ്മളുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഓടിച്ചാടി നടക്കുന്നത്. ശരി. ഈ സിമ്മിനെ ഒന്ന് സ്ട്രോങ് ആക്കി എടുക്കുന്നത് എങ്ങനെ? ഇതിനെയാണ് ഇവിടെയുള്ള ഈശ്വര വിശ്വാസം, ക്ഷേത്രം, പള്ളി എന്നൊക്കെ പറയുന്നത്. സിം എങ്ങനെ മെച്ചപ്പെടുത്താം? അപ്പോൾ ഈശ്വരനെ രണ്ട് രീതിയിൽ കാണാം. ഒന്ന് ബഹുദൈവ വിശ്വാസം, ഏകദൈവ വിശ്വാസം. എന്താണ് ഏകദൈവ വിശ്വാസം? അതായത് ഇപ്പൊ നമുക്ക് നല്ല വിശപ്പുണ്ട്. അപ്പൊ നമ്മൾ ഒരു സ്ഥലത്ത് പോയപ്പോൾ അവിടെ ബേക്കറി ഉണ്ട്, ഹോട്ടലുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? എന്താണ് നമ്മൾ ചിക്കൻ ബിരിയാണി വാങ്ങിച്ചു എന്ന് സങ്കല്പിച്ചു. അത് നിങ്ങളുടെ മുന്നിൽ വെച്ചു. ദാറ്റ് ഈസ് നിങ്ങൾക്ക് ഈശ്വരനെ വിളിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ കുറേ ദൈവങ്ങളുണ്ട്. ഇപ്പൊ നിങ്ങൾ കൺഫ്യൂഷനായി. നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഭഗവാൻ ശ്രീകൃഷ്ണനെ നിങ്ങളുടെ മുന്നിൽ വെച്ചു. ഇത്ര വരെത്തി. പക്ഷെ നിങ്ങളുടെ ഭക്തി എന്ന വിശപ്പ് അവിടെ വെച്ച് മാറുന്നില്ല. നിങ്ങൾ വേറെ, ദൈവം വേറെ. അവിടെ ആ ഭക്തി മാറുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആ ഭക്ഷണം കഴിക്കുമ്പോഴാണ് നിങ്ങളുടെ വിശപ്പ് മാറുന്നത്. ഒരു നേന്ത്രപ്പഴം ഇവിടെ വെച്ച് ഞാനത് കഴിക്കുമ്പോഴാണ് ആ വിശപ്പ് മാറുന്നുള്ളൂ. അല്ലാതെ നേന്ത്രപ്പഴം ഇങ്ങനെ നോക്കിക്കൊണ്ട് കിട്ടാനാണ്. ആ സമയത്ത് ഒരാൾ ചോദിക്കുകയാണ്, ഈ നേന്ത്രപ്പഴം എവിടെ, ചിക്കൻ ബിരിയാണി എവിടെ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് പറയേണ്ടി വരും? ചിക്കൻ ബിരിയാണി നിങ്ങളായി അല്ലെങ്കിൽ നേന്ത്രപ്പഴം നിങ്ങളായി എന്ന് പറയേണ്ടി വരും. ദാറ്റ് ഈസ് ഞാൻ ദൈവമാണ് എന്ന കൺസെപ്റ്റിനെയാണ് ഏകദൈവ വിശ്വാസം എന്ന് പറയുക. ബഹുദൈവ വിശ്വാസി എന്ന് പറഞ്ഞാൽ ഞാൻ വേറെ, ദൈവം വേറെ. അയാൾക്ക് രണ്ട് ദൈവമുണ്ട്. അയാൾ ഒരു ദൈവമാണ്, ഈ ദൈവം ഒരു ദൈവമാണ്. ഇങ്ങനെ ഒന്നിൽ കൂടുതൽ ദൈവങ്ങൾ വരുന്നതിനെയാണ് ബഹുദൈവ വിശ്വാസികൾ എന്ന് പറയുക. ഇത് രണ്ടും ഓരോരുത്തരുടെ ഒരു തലമാണ്. അതായത് ഒരാളെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഇയാൾ ഏകദൈവ വിശ്വാസിയാണെന്ന് പറയാൻ നിങ്ങൾക്ക് എളുപ്പ വഴിയുണ്ട്. ഏകദൈവ വിശ്വാസി വസ്ത്രം ധരിക്കില്ല. കാരണം ഒരാൾ എന്തുകൊണ്ടാണ് വസ്ത്രം ധരിക്കുന്നത്? എന്റെ ശരീരം കണ്ടാലോ ഇങ്ങനെ വെച്ചിട്ടല്ലേ. എന്ത് എന്റെ ശരീരം? ഈ ലോകം മുഴുവൻ ഞാൻ ഉണ്ടാക്കി ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ 4 സെന്റ് സ്ഥലം വാങ്ങുമോ? ഒരു ഏകദൈവ വിശ്വാസി ഒരിക്കലും 4 സെന്റ് സ്ഥലം വാങ്ങൂല. ഞാനൊരു ദൈവമാണ്, ഈ ലോകം മുഴുവൻ ഞാനാ ഉണ്ടാക്കിയെന്ന് ചിന്തിച്ചോണ്ട് നടക്കുന്ന ഒരുത്തനെ എന്ത് 4 സെന്റ് അയാൾ വാങ്ങൂല. വ്യത്യാസം മനസ്സിലാക്കണം. ബഹുദൈവ വിശ്വാസം അവർ വേറെ, ദൈവം വരെ. അവർക്ക് രണ്ടാണ്. ഇങ്ങനെയാണ് വരുന്നത്. അതായത് ഈ നമ്മളുടെ ഉള്ളിലുള്ള ആ എനർജിയെ നമ്മൾ മെച്ചപ്പെടുത്തി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഈ ദൈവമാകാം. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങളും ദൈവവും തമ്മിലുള്ള വ്യത്യാസം ഒരു മാത്തമാറ്റിക്സ് ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങൾ 100-ൽ 10 മാർക്കോടെയാണ് അമ്മയുടെ വയറ്റിൽ നിന്ന് ഇറങ്ങി വരുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണനെ 100-ൽ 100 മാർക്കുണ്ട്. 10 മാർക്കുള്ള നിങ്ങൾ എന്ന് 100 മാർക്ക് നേടുന്നോ നിങ്ങളും ദൈവമായി മാറുന്നു.
അപ്പൊ നിങ്ങളുടെ മനസ്സിൽ കുറെ സംശയം ഉണ്ടാവും. അല്ല, ദൈവത്തിന് പല കളിയും കളിക്കാൻ പറ്റുന്നില്ല, ദൈവത്തിന് എന്തെല്ലാം അത്ഭുതങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്, നമുക്ക് എന്താ അങ്ങനെ പറ്റാതെ? അപ്പൊ നമ്മൾ ദൈവമാണോ എന്നായിരിക്കും സാധാരണഗതിയിൽ ഒരാൾ ചിന്തിക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും ദൈവങ്ങളുടെ കുഞ്ഞു രൂപമാണ്. ഒരു ബക്കറ്റ് വെള്ളമെടുത്ത് നിങ്ങളൊരു ലാബിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ സമുദ്രത്തിൽ എന്തെല്ലാം കണ്ടൻസ് ഉണ്ടോ അതെല്ലാം തന്നെ ആ ബക്കറ്റിലും വെള്ളത്തിലുണ്ട്. അത് നിങ്ങളുടെ ലാബിൽ പോയി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ബക്കറ്റ് വെള്ളത്തിലെ എല്ലാ കണ്ടൻസും മിനറൽസും ഈക്വൽ ടു ആ സമുദ്രത്തിലുള്ളതാണ്. പക്ഷേ ഒരു ബക്കറ്റ് വെള്ളം നിങ്ങൾ മേലെ ഒഴിച്ചു കഴിഞ്ഞാൽ വെള്ളം തീർന്നു. മറിച്ച് ദൈവം എന്ന സമുദ്രം, നിങ്ങൾ ഒരു ബക്കറ്റ് വെള്ളമാണ്, ദൈവം എന്നതൊരു സമുദ്രമാണ്. ആ സമുദ്രത്തിന് ഇവിടെ സുനാമി ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. ആ സമുദ്രത്തിൽ എത്ര വലിയ വേനൽ വന്നാലും അത് പറ്റൂല, കാരണം അത് സമുദ്രമാണ്. അതേപോലെ ഒരു ബക്കറ്റ് വെള്ളമായിട്ടാണ് നമ്മൾ ഓരോരുത്തരും അമ്മയുടെ വയറ്റിൽ നിന്ന് കൊണ്ട് ഇറങ്ങി വരുന്നത്. ആ ഒരു ബക്കറ്റ് വെള്ളത്തിനെ എങ്ങനെ സമുദ്രമാക്കി മാറ്റാം എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. നിങ്ങളും ദൈവവും തമ്മിലുള്ള വ്യത്യാസം, ദൈവത്തിന്റെ കയ്യിൽ 2000 രൂപയുണ്ട്, നിങ്ങളുടെ കയ്യിൽ 10 രൂപയുണ്ട്. രണ്ടാളുടെ കയ്യിലും പൈസ ഉണ്ടോ എന്ന് വെച്ചാൽ പൈസയുണ്ട്. അപ്പോൾ ഈ എനർജിയെ മെച്ചപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഇത് മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗം പല രീതികളുമുണ്ട്. ഈ 10 രൂപയെ 100 രൂപയാക്കുന്നത് എങ്ങനെ? ദൈവം കളിക്കുന്ന എല്ലാ കളിയും നിങ്ങൾക്കും കളിക്കാം, നിങ്ങളുടെ ഡിഗ്രി പ്രൂവ് ചെയ്യാൻ മതി. അതിന്റെ ഒരു മെത്തേഡാണ്, നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും. ഞാൻ പലപ്പോഴും എന്റെ കൈ ചില ചിന്മുദ്ര പിടിക്കാറുണ്ട്. കാരണം ഇതൊക്കെ വളരെ ഡീറ്റെയിൽ പറയേണ്ടതാണ്. നല്ല ചുരുക്കി പറയാം. മനുഷ്യ ശരീരം എന്ന് പറഞ്ഞാൽ പഞ്ചഭൂത നിർമ്മിതമാണ്. അഗ്നി, വായു, ജലം എല്ലാം ഉണ്ട്. അപ്പൊ ഇത് അഗ്നി, ഇത് വായു. അഗ്നിയും വായുവും നിങ്ങളുടെ ശരീരത്തിൽ ഇങ്ങനെ നിങ്ങൾ ഈ 2 വിരലുകൾ കണക്ട് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കോൺഷ്യസ് ലെവൽ ഉയരും, നിങ്ങളുടെ ഡിഗ്രി മെച്ചപ്പെടും, നിങ്ങൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് നിങ്ങൾ ആഗ്രഹിച്ചാലും ചെയ്യാൻ പറ്റും. ഞാൻ ഉറപ്പിച്ച് പറയുന്നത്, നിങ്ങൾ ഈ 2 വിരലുകൾ തമ്മിൽ ഇങ്ങനെ കണക്ട് ചെയ്ത് പിടിച്ചാൽ മതി, നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്ത് കാര്യം നടക്കും. ഇപ്പം പഠിക്കാൻ താല്പര്യമില്ലാത്ത കുട്ടികൾ, രാത്രി ഉറക്കം കിട്ടുന്നില്ല, ഒന്നിൽ കൂടുതൽ ജോലികൾ നിങ്ങൾക്ക് ചെയ്യേണ്ടി വരുന്നു, ആ സമയത്തൊക്കെ തന്നെയും നിങ്ങൾ സന്തോഷപ്പെടിക്കാൻ ഓർക്കണ്ട, ഈ കൈ ഇങ്ങനെ ഒന്ന് ചിമുദ്ര പിടിച്ചാൽ മതി. ഇതുകൊണ്ടാണ് ഭഗവാൻ ശ്രീകൃഷ്ണനെ ഗുരുവായൂരപ്പൻ എന്ന് വിളിക്കുന്നത്. അഗ്നി, ഗുരു, വായു നിങ്ങളെ ആത്മീയ തലത്തിലേക്ക് എത്തിക്കുന്ന വ്യക്തി എന്നാണ് ഗുരുവായൂരപ്പൻ എന്ന വാക്കിന്റെ അർത്ഥം. നിങ്ങൾ നമ്മുടെ ഏത് ദേവീദേവന്മാരുടെ ഇതെടുത്ത് നോക്ക്, എല്ലാവരും ഇങ്ങനെ ചിന്മുദ്ര പിടിച്ചിട്ടായിരിക്കും. നിങ്ങൾ അയ്യപ്പസ്വാമിയുടെ ഫോട്ടോ നോക്കി നോക്ക്, എപ്പോഴും ചിന്മുദ്രയിലായിരിക്കും. ദേവീദേവതമാർ എപ്പോഴും ചിന്മുദ്രയിൽ വരുന്നതിന്റെ കാരണം നിങ്ങളിൽ ദൈവികത ഉണ്ടാക്കുക എന്നുള്ളതാണ്. എന്താണ് ദൈവികത? അതായത് കോൺസെൻട്രേഷൻ കൂട്ടണം, ഇതാണ് സംഭവം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ സമയം നിങ്ങൾ ഈ മെഡിറ്റേഷനാണ് കൂടുതലും. അല്ലെങ്കിൽ തീർച്ചയായിട്ടും ക്ഷേത്രങ്ങളും പള്ളിയിലൊക്കെ നമ്മൾ പോകുന്നത് നമ്മളുടെ ഡിഗ്രി വർദ്ധിപ്പിക്കാനാണ് കൂടുതൽ. അതായത് 10 ഡിഗ്രിയിൽ നിന്നും ഈ ലോകത്തെ എല്ലാ മനുഷ്യരും 10ന്റെയും 20ന്റെ ഇടയിൽ ജീവിക്കുന്നവരാണ്. നിങ്ങൾ മറ്റുള്ളവരുടെ തിയറിയെ നിങ്ങൾക്ക് പിടിച്ചെടുക്കാം. നിങ്ങൾ ഈ തിയറി ഒന്ന് വെറുതെ ചോദിച്ചാൽ മതി. ഈ ലോകത്തെ ഭൂരിഭാഗം ആളുകളും 10ന്റെയും 20ന്റെ ഇടയിൽ ഡിഗ്രി ഉള്ളവരാണ്. ഈ 20 ഡിഗ്രി പിന്നെ കഴിഞ്ഞ ഒരാൾക്ക് മാത്രമേ ഒരു ഫേമസ് ആവാൻ പറ്റൂ. ഒരു പഞ്ചായത്ത് മെമ്പറെങ്കിലും ആവണമെങ്കിൽ ആ വ്യക്തിക്ക് 20 ഡിഗ്രി കഴിയണം. ഈ ഫേമസ് ആയ എല്ലാ മനുഷ്യന്മാരും 20 ഡിഗ്രി കൂടുതലുള്ളവരായിരിക്കും. ബാക്കിയുള്ള ആളുകൾ 10ന്റെയും 20ന്റെ ഇടയിലാണ്. നിങ്ങൾക്ക് ഈസി ആയിട്ട് അറിയാൻ പറ്റും ഒരാളുടെ ഡിഗ്രി, നിങ്ങളെ മുന്നിൽ നിൽക്കുന്ന വ്യക്തിയുടെ ഡിഗ്രി എന്ത് എന്ന് വളരെ സിമ്പിൾ ആയിട്ട് അറിയാൻ പറ്റും. ആ വ്യക്തിയോട് 2 മിനിറ്റ് സംസാരിച്ചാൽ മതി. ആ വ്യക്തി സംസാരിക്കുക, എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ ഭർത്താവ്, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, അല്ലെങ്കിൽ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലം. ഈ ചെറിയ 20 ഡിഗ്രി കഴിഞ്ഞ മനുഷ്യന്മാർ അങ്ങനല്ല. അവർ കുറച്ചെങ്കിലും അല്ല ഈ സമൂഹത്തിന്റെ കാര്യങ്ങൾ, അല്ല പണ്ട് അവിടുത്തെ ഈ കാര്യം ഇങ്ങനെ പറഞ്ഞ് ഇവര് എന്തെങ്കിലും സമൂഹത്തെ കുറിച്ച്, ഇനി സമൂഹത്തിലെ പ്രശ്നങ്ങളെ വിറ്റ് 10 രൂപ ഉണ്ടാക്കുന്നവരാണെങ്കിലും അറ്റ്ലീസ്റ്റ് സമൂഹം എന്ന വാക്കിലൂടെയാണ് ഇവർ ചില്ലറ ഉണ്ടാക്കുന്നത്. കുറച്ചെങ്കിലും ഇവർ ഏതെങ്കിലും രീതിയിൽ അതിനെ ഉപയോഗിക്കുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്. 10ന്റെ 20ന്റെ ഇടയിലുള്ളവർ ചിന്തിക്കാറില്ല. അപ്പൊ സമാധിയിലേക്ക് കിടക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ആത്മാവിനെ നിങ്ങൾ കൂടുതൽ മെഡിറ്റേഷനിലൂടെ ചെയ്യുക. മെഡിറ്റേഷൻ 2 തരം, അതായത് നമുക്കറിയാൻ പറ്റും 2 തരം മന്ത്രങ്ങളാണുള്ളത്. ഒന്ന് മൂലമന്ത്രങ്ങളും ഒന്ന് റിസൾട്ട് ഓറിയന്റഡ് മന്ത്രങ്ങളും. മൂലമന്ത്രം എന്ന് പറയുമ്പോൾ ഓം നമഃ ശിവായ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഓം നമോ ഭഗവതേ വാസുദേവായ പോലുള്ള മന്ത്രങ്ങൾ. മറിച്ച് റിസൾട്ട് ഓറിയന്റഡ് മന്ത്രങ്ങൾ, എന്തെങ്കിലും റിസൾട്ട് വേണം എന്ന് ചിന്തിച്ചുകൊണ്ട് ചെയ്യുന്ന മന്ത്രങ്ങളാണ്
ഭാഗ്യസൂക്ത മന്ത്രം, അതേപോലെ ഇപ്പോ ഭഗവാൻ കൃഷ്ണനുമായി ബന്ധപ്പെട്ട ഗോപാല മന്ത്രം, ശ്രീ നാരായണ കൃഷി ഗായത്രി സുവിഷ്ണ ഊഹി കൃഷ്ണ ഗോവിന്ദ ഗോവിന്ദ സ്വാഹ പോലുള്ള മന്ത്രങ്ങൾ റിസൾട്ട് പ്രതീക്ഷിച്ചുകൊണ്ടാണ്. അതായത് നിങ്ങളുടെ കല്യാണം വേഗം നടക്കണം, നിങ്ങൾക്ക് പെട്ടെന്ന് ജോലി കിട്ടണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എടുത്ത ലോട്ടറിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടണം എന്ന് ചിന്തിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ലാഭം പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യുന്നതിനെയാണ് റിസൾട്ട് ഓറിയന്റഡ് മന്ത്രങ്ങൾ എന്ന് പറയുക. റിസൾട്ട് ഓറിയന്റഡ് മന്ത്രങ്ങൾ ഈ ജന്മത്തിൽ തന്നെ നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കി തരുന്നുവെങ്കിലും നിങ്ങൾ മരിച്ചാൽ വലിയ ഗുണമില്ലാത്തൊരു കാര്യമാണിത്. മരിച്ചാൽ നിങ്ങളുടെ ആത്മാവിനെ, നിങ്ങൾ മൊബൈൽ ആകുന്നു, അതിലെ സിം, നിങ്ങൾ ശരീരമാകുന്നു, നിങ്ങൾ ആത്മാവ് വേറെയാണ്. ഈ ആത്മാവിന് ഗുണം കിട്ടലാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ മൂലമന്ത്രം പറഞ്ഞ് ശീലിക്കണം. അതായത് പൊതുവിൽ ഹൈന്ദവ രീതി പ്രകാരം 3 ദൈവങ്ങളെ നമുക്ക് പ്രധാനമായിട്ട് വരുന്നുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നവരാണ്. ഒന്നുകിൽ ഭഗവാൻ ശിവന്റെ ഇതിലെടുക്കാം, അല്ലെങ്കിൽ വിഷ്ണു ഭഗവാന്റെ കാര്യത്തിലെടുക്കാം, അല്ലെങ്കിൽ ദേവി കൺസെപ്റ്റ്. ഈ 3 കൺസെപ്റ്റാണ് വരുന്നത്. അപ്പൊ ഒന്നുകിൽ അമ്മ നാരായണ, ദേവി നാരായണ എടുക്കാം, അല്ലെങ്കിൽ ഓം നമഃ ശിവായ എടുക്കാം, അല്ലെങ്കിൽ ഹരേ രാമമന്ത്രം എടുക്കാം. ഇതിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ മന്ത്രം ഒരു 5 ലക്ഷം തവണ നിങ്ങൾ പരമാവധി എഴുതി വെച്ച് തന്നെ പരമാവധി ജപിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആത്മാവ്, നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ്, നിങ്ങളുടെ ഉള്ളിലെ സിം മെച്ചപ്പെടും. ഇങ്ങനെ ഈ സിമ്മിനെ മെച്ചപ്പെടുത്തി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, ഒരു സമയം എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മരണം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് സമാധിയിലേക്ക് നമ്മൾ പോകുന്നത്. അതായത് ഇപ്പൊ ഇരിക്കുന്ന ഏതൊരാൾക്കും ഒരു കാര്യം വേണമെങ്കിൽ ചിന്തിക്കാം. നിങ്ങൾ ശ്വസിക്കുന്നു എന്ന് പറയുമ്പോഴും നിങ്ങളുടെ മൂക്കിലെ ഈ 2 ദ്വാരം ഒരുപോലെ ഇതിലല്ല നിങ്ങൾ ശ്വസിക്കുന്നത്. ഒന്ന് വെറുതെ ഇങ്ങനെ ആക്കി നോക്കിയാലേ പറ്റും. നിങ്ങളുടെ ഒരു തുളയിലൂടെ നല്ല ഫാസ്റ്റ് ആയിട്ട് വരുമ്പോൾ മൂക്കിന്റെ ഒരു തുളയിൽ ഒരു തടസ്സം വന്നിട്ടാണ് ശ്വാസം വരുന്നത്. വെറുതെ ചെക്ക് ചെയ്യുന്നതല്ലാണ് നിങ്ങൾ ഒന്നിങ്ങനെ നോക്കിയാലേ. അപ്പോൾ ഒന്നുകിൽ ലെഫ്റ്റ് അല്ലെങ്കിൽ റൈറ്റ്, ഏതെങ്കിലും ഒരു മൂക്കിന്റെ ഹോൾസിലൂടെ വളരെ ഫ്ലോയിൽ ശ്വാസം വരുമ്പോൾ ഒരു മൂക്കിന്റെ തുളയിലൂടെ കുറച്ചൊരു ചെറിയ തടസ്സം വരുന്നുണ്ട്. ഏത് മൂക്കിലൂടെയാണോ പോകുന്നത് അത് നിങ്ങൾ രാവിലെ എഴുതി വെക്കുന്നു. അതായത് രാവിലെ എഴുന്നേറ്റിട്ട് ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ? ഞാൻ പറയുന്നു, തിങ്കൾ, ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ നിങ്ങൾ രാവിലെ എഴുന്നേറ്റ ഉടനെ, ഇത് രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങളുടെ ഈ ശ്വാസം അങ്ങോട്ട് മാറിക്കൊണ്ടിരിക്കും. രാവിലെ ആ എഴുന്നേറ്റ ഉടനെ നിങ്ങൾ ഈ ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ എന്ന് എഴുതി വെക്കാം. ഈ ദിവസങ്ങളിൽ ലെഫ്റ്റ് ആണ് വേണ്ടത്, മറ്റുള്ള ദിവസങ്ങളിൽ റൈറ്റ് ആണ് വേണ്ടത്. അതായത് ശനിയാഴ്ച ദിവസം നിങ്ങളുടെ ശ്വാസം നിങ്ങൾ പരീക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മരണം മുൻകൂട്ടി കാണാൻ പറ്റുന്നത് എങ്ങനെയെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ റൈറ്റ് സൈഡിലാണ് സാധാരണ ശനിയാഴ്ച ഒരാൾ എഴുന്നേൽക്കുമ്പോൾ വരേണ്ട രീതിയാണ്. അത് വരാതെ ഇരുന്ന് കഴിഞ്ഞാൽ ലെഫ്റ്റ് ആണ് വരുന്നത്. ശരി, എഴുതി വെച്ചു. അടുത്ത ശനിയാഴ്ച ലെഫ്റ്റ് ആണ്, എഴുതി വെച്ചു. ഇങ്ങനെ 7 ശനിയാഴ്ച ലെഫ്റ്റിൽ വന്നു പോയാൽ ഉറപ്പിച്ചു പറയാം, 8ാമത്തെ ശനിയാഴ്ച അത് ചെക്ക് ചെയ്യാൻ നിങ്ങൾ ബാക്കി ഉണ്ടാവില്ല. നിങ്ങളുടെ ഒരു ദിവസം എങ്ങനെ എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ്. അപ്പോൾ ഈ രീതിയിൽ കൂടുതൽ ചെയ്യുന്ന ആളുകൾക്ക് അടുത്ത ആഴ്ച ഞാൻ തട്ടിപ്പോകുമെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതുകൊണ്ട് അവർക്ക് വേണമെങ്കിൽ സമാധി എന്ന അവസ്ഥ മുൻകൂട്ടി കാണാൻ പറ്റും. ഇവിടെ നടന്ന കാര്യങ്ങൾ എന്താണെന്ന് എനിക്കറിയില്ല, ഞാൻ സമാധി എന്താണെന്നാണ് പറയുന്നത്. അങ്ങനെ ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേണമെങ്കിൽ നമുക്ക് മക്കളോടായാലും മോനെ ഞാൻ ഇന്ന ദിവസം മരിക്കുകയാണ്, അപ്പോൾ എന്നെ ഒന്ന് സമാധിയാക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ മരിച്ചതിന് ശേഷം അതേപോലെ നമ്മളെ ഇരുത്തി, നമ്മളിപ്പോൾ സാധാരണ മണ്ണെടുത്തതിനെ പോലെ ബാക്കിയുള്ള ചില കാര്യങ്ങളെല്ലാം വെച്ചിട്ട് അവരെ കുടിയിരുത്തുന്നതിനെയാണ് സമാധി എന്ന് പറയുന്നത്. അതായത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾ എവിടേക്ക് പോയി എന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ അയാളുടെ ശരീരത്തിൽ നിന്നും ഈ ആത്മാവ് ഏത് വഴിക്ക് പോയി എന്ന് നിങ്ങൾ നോക്കിയാൽ മതി. ഏത് മനുഷ്യൻ ഭൂമിയിൽ മരിച്ചു പോയാലും നിങ്ങൾ ഡെഡ് ബോഡി ചെടി നമുക്ക് മനസ്സിലാവും. ഒന്നുകിൽ ഇങ്ങനെ കണ്ണ് കുറിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ എന്നൊന്നും ചെയ്യും. അപ്പൊ ഈ മുഖത്തെ ഏത് വഴിയിലൂടെയും ആത്മാവ് പോകാം. മുഖത്തുകൂടിയാണ് അയാളുടെ ആത്മാവ്, അയാളുടെ സിംബ് പോയതെങ്കിൽ ആ വ്യക്തി അടുത്ത ജന്മം മനുഷ്യനായി ജനിക്കുന്നു. ചില ആളുകൾ, പ്രത്യേകിച്ച് ആത്മഹത്യ ചെയ്യുന്ന ആളുകളുടെ ഡെഡ് ബോഡി ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്നുകിൽ മൂത്രമൊഴിച്ചോ അല്ലെങ്കിൽ അപ്പിയിട്ടിട്ടോ ആണ് പോകുന്നത്. മൂത്രമൊഴിച്ചിട്ടാണ് നിങ്ങളുടെ മരണം സംഭവിക്കുന്നതെങ്കിൽ നിങ്ങൾ അടുത്ത ജന്മം ഒരു ചെടിയാവാനാണ് സാധ്യത. നിങ്ങൾ അപ്പിയിട്ടിട്ടാണ് നിങ്ങളുടെ മരണം സംഭവിക്കുന്നതെങ്കിൽ അടുത്ത ജന്മം നിങ്ങൾ ഒരു മൃഗമാകുന്നു നിരത്തുന്നതാണ്. യഥാർത്ഥത്തിൽ ഈ ഒരു ദ്വാരത്തിലൂടെയും അല്ല നിങ്ങളുടെ ആത്മാവ് പോകേണ്ടത്. നിങ്ങളുടെ ആത്മാവ് ഏത് വഴിക്കാണോ വന്നത് ആ വഴിക്കാണ് പോകേണ്ടത്. നിങ്ങളുടെ ആത്മാവ് ഏത് വഴിക്കാണ് വന്നത്? ഈ നെറുവിലൂടെയാണ് നിങ്ങളുടെ ആത്മാവ് വന്നത്. തീരെ കുഞ്ഞു കുട്ടികളുടെ, ജസ്റ്റ് ജനിച്ച കുട്ടികളുടെ നെറു ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ലേശം ഒരു പദം ഉണ്ടാവും. അതിലൂടെയാണ് ആത്മാവ് വന്നത്.
ആ നെറുകിലൂടെ നിങ്ങളുടെ ആത്മാവ് തിരിച്ചു പറ്റുന്നുവെങ്കിൽ ഇല്ലാതെ ഒപ്പിക്കാം, നേരെ ദൈവത്തിലേക്ക് തന്നെ പോകും. അതല്ലെങ്കിൽ പിന്നെ ജനിക്കാൻ ജനിക്കാൻ. അപ്പോൾ സമാധിയാകുന്ന ആൾ സാധാരണ രീതിയിൽ നെറുകിലൂടെ ആത്മാവ് പോകും എന്നാണ് അതിന്റെ അർത്ഥം. അതേസമയം ഇവിടെ സമാധിയിൽ പറയപ്പെട്ട ആളുകൾ അങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. അവർ ഉദ്ദേശിച്ച ഇതാണ് ഈ വിഷയത്തിൽ ജലദോഷം ഭക്ഷണം കിട്ടില്ല. കിട്ടുകയാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഭക്ഷണം കിട്ടും. തിങ്കളാഴ്ച ദിവസമാണോ ഭക്ഷണത്തിന്റെ, അങ്ങനെ ഓരോ ദിവസത്തിനും ഓരോ റിസൾട്ട് ഉണ്ട്. അപ്പൊ രാവിലെ നമുക്ക് ശ്വാസപരീക്ഷണം നടത്തി കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം എങ്ങനെ പോകുന്നു അറിയാൻ പറ്റും. അപ്പൊ 2 ശ്വാസം അടഞ്ഞതാണെങ്കിൽ അന്നത്തെ ദിവസം മോശമാണ് എന്നൊരു തെളിവാണ്. ഇത് നിങ്ങൾക്ക് എല്ലായിടത്തും യൂസ് ചെയ്യാം. നിങ്ങൾ ഒരാളുമായിട്ട് ഒരു വാദപ്രതിവാദം നടത്തുകയാണെങ്കിൽ പോലും